നമ്മളിന്ന് മാതമംഗലം മേങ്കുളം അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അതിൻ്റെ യാത്രാമധ്യമുള്ള ഈ പ്രകൃതി രമണീയമായ കാഴ്ചകളൊന്ന് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് തോന്നി. എന്തൊരു വന്യമായ കാഴ്ചകളുണ്ടായിരുന്നു എന്നറിയോ ഈ യാത്രയിൽ. ഏറ്റവും സൂപ്പർ ഇത് ഈ നെൽപ്പാടങ്ങളും അതിൻ്റെ അകലെയായി കാണപ്പെടുന്ന ഒരു വയനാടൻ ഫീൽ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. റോഡുകളെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയേയില്ല, കാരണം റോഡുകൾ അത്രക്കും പെർഫെക്റ്റ് റോഡുകളായിരുന്നു കേട്ടോ. അത്രയും നന്നായി. എനിക്ക് തോന്നുന്നത് എയർപോർട്ടിലേക്കുള്ള ആ ഒരു സമയത്തിൻ്റെ ഭാഗമായിട്ടാണോ ഈ റോഡ് മേക്കപ്പ് ചെയ്തതെന്ന് അറിയില്ല, അതോ ഇനി ഹൈവേയുടെ ഭാഗമായിട്ടാണെന്ന് അറിയില്ല. എന്ത് തന്നെയായാലും ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളൊക്കെ കണ്ണിനൊക്കെ നല്ല കുളിർമയേകി. കുറേ കാലമായി വീട്ടിലിരുന്ന സമയത്ത് ഒരു യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ആ യാത്ര നടന്നു. മീൻകുളം അമ്പലത്തിലേക്ക് ഒരിക്കൽ നമ്മൾ പോയിരുന്നു, ഒരു വൈകുന്നേരമായിരുന്നു. ഇപ്പം നമ്മൾ പോകുന്നത് നേർക്ക് പറഞ്ഞ ഒരു ഉച്ചക്കാണ്, മറ്റൊന്നുമല്ല. അവിടെ നല്ല പ്രസാദ സദ്യയുണ്ട്, അത് കഴിക്കുക തന്നെയാണ് ലക്ഷ്യം. സത്യം തുറന്നു പറയാലോ, ഇപ്പം സമയം 1:15 കഴിഞ്ഞു. അവിടെ എത്തുമ്പം വൈകും തോന്നുന്നു. ഈ ഒരു കാഴ്ചയൊക്കെ കാണുമ്പോൾ എന്ത് രസമാണെന്നറിയോ. പെട്ടെന്ന് നമ്മൾ അവിടുത്തുള്ള ഒരു ചെറിയ ടൗൺ, മാതമംഗലം ടൗണിലേക്ക് കടക്കുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ പോകുന്ന കേട്ടോ, വളരെ സുന്ദരമായ കാഴ്ചയാണ്. ശ്രീമന്ത കുങ്കുമ ശ്രീയണിഞ്ഞു ചമ്പകം പൂക്കുന്നു, മണ്ണിന്റെ പ്രാർത്ഥനാലാവണ്യമായി വിണ്ണിന്റെ ആശംസയായി, വിണ്ണിന്റെ ആശംസയായി. ഞങ്ങൾ മാതമംഗലം ടൗണിനോട് അടുത്തെത്തി കേട്ടോ. കണ്ട ഒരു പശു കണ്ട റോഡിൻ്റെ മേലെ. ഞാനൊന്ന് പേടിച്ചു പോയി, പക്ഷേങ്കിൽ ഡ്രൈവ് ചെയ്യുന്നവർക്ക് യാതൊരു പേടിയുണ്ടായിരുന്നില്ല. അതൊരു ധൈര്യമായിരുന്നു കേട്ടോ. ഇതാണ് മാതമംഗലം ടൗണിൻ്റെ എൻട്രൻസ് ഭാഗം എന്ന് തോന്നുന്നു. നമ്മളിവിടെ ടൗണിൻ്റെ അടുത്തേക്ക് എത്തി. അത്ര വലിയ ടൗണൊന്നുമല്ല, പക്ഷേ ഈ പ്രദേശത്തെ വെച്ച് നോക്കുമ്പോൾ വലിയ ടൗണാണെന്ന് തോന്നുന്നു. എന്തു തന്നെയായാലും ഒരു നല്ല ഐശ്വര്യമുള്ള നാടാണ് കേട്ടോ മാതമംഗലം. നമ്മളൊക്കെ നാട്ടിൽ മാതമംഗലം അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കഞ്ഞിക്കലം അറിയോ, ഈ അരിയൊക്കെ ഊറ്റുന്ന, ചോറൊക്കെ ഊറ്റുന്ന കഞ്ഞിക്കലം തയ്യാറാക്കുന്ന നാട് എന്നുള്ള അർത്ഥത്തിൽ മാതമംഗലം കേട്ടിട്ടുണ്ട്. അതിനിടയിലൊരു ബോർഡ് ശ്രദ്ധിച്ചു, മറ്റൊന്നുമല്ല, മാതമംഗലം മുച്ചിലോട്ട് കളിയാട്ടം ജനുവരിയിലാണെന്നുള്ളൊരു ബോർഡ് കണ്ടിട്ടുണ്ട്. വളരെ സന്തോഷം. ദൈവം സഹായിച്ച് പോകാൻ പറ്റിയാൽ പോകണമെന്ന് കരുതുന്നു. ഇതാകട്ടോ നമ്മുടെ ടൗണ്. മാതമംഗലം ടൗണിന് ശേഷം നമ്മൾക്ക് മുന്നിലേ പോകുന്ന ഒരു ലോറിയായിരുന്നു കേട്ടോ. യാദൃശ്യമായി ലോറി ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്, അതിൻ്റെ നമ്പർ പ്ലേറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാനില്ല. എന്താ പറയണ്ടതെന്ന് അറിയില്ല. പട്ടാപ്പകൽ നടക്കുന്ന കൊള്ളയാണോ, അതിലൊക്കെ സാധനം കയറ്റിയിട്ടാണ് പോകുന്നത് കേട്ടോ. ലോഡിങ്ങുമായിട്ടാണ് ആ യാത്ര. പക്ഷെ അത് കാണുമ്പം ഒരു ബുദ്ധിമുട്ട്, അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ചേർത്തു എന്നേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പകലിലും കൂടി ഇങ്ങനെ എന്താ പറയുക, ഒരു ബോർഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെയാണ് ഈ വാഹനം പോകുന്നത് കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ കണ്ടില്ല, വാഹനം എങ്ങോട്ടേക്കോ പോയി. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മൾ ഏകദേശം മാതമംഗലം മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. മുമ്പൊരിക്കൽ വൈകുന്നേരം വന്നപ്പോൾ കണ്ട കാഴ്ചയുമായി ബന്ധമുള്ള അതെ ശരിയാണ് കേട്ടോ. ഇതാ നമ്മുടെ മാതമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ കവാടത്തിൻ്റെ മുന്നിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ദൂരം ഉണ്ടായ പോലെ തോന്നി യാത്രയിൽ. എന്താണെന്ന് അറിയില്ല, വിശപ്പ് കൊണ്ടാണോ ഉച്ച സമയം ആയതുകൊണ്ടാണോ ഒന്നും അറിയില്ല. സ്പീഡിൽ തന്നെ വണ്ടിയെടുത്ത് നമ്മൾ നേരെ പോവുകയാണ്. ആരെയും കാണുന്നൊന്നുമില്ല. സമയം ഒരു 1:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അമ്പലത്തിലെത്തി എന്നുള്ളൊരു സന്തോഷം. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ പരിസരം. ആ കാണുന്നത് അമ്പലത്തിൻ്റെ ഗോശാലയാണ്. നമ്മൾ അമ്പലത്തിലെത്തി നോക്കുമ്പോഴേക്കും ആരെയും കാണുന്നില്ല. നല്ല കാറ്റും ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാനും ചേട്ടനും കൂടി ഒന്നിച്ച് നേരെ അമ്പലത്തിനകത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭാഗ്യവശാൽ നമുക്ക് കൃഷ്ണൻ്റെ നേതിച്ചോറ് കിട്ടി കേട്ടോ. അവിടെ അന്നുണ്ടായിരുന്ന ഉച്ചയൂണൊക്കെ തീർന്നിരുന്നു, പക്ഷേ കറികളൊക്കെ ഉണ്ടായിരുന്നു. ഉർവശി ശാപ ഉപകാരം എന്ന് പറയാലോ. നമുക്ക് വളരെ സന്തോഷം തോന്നിയൊരു ദിവസം കൂടിയായിരുന്നു അന്ന്. കൃഷ്ണൻ്റെ നെയ്തിച്ചോറിൻ്റെ കൂടെ ഇഷ്ടം പോലെ കറികളും അതുപോലെ പായസവും ഒക്കെ കിട്ടി. ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ തന്നെയാണ് നമുക്ക് തോന്നിയതും. അത് നമ്മളെല്ലാവരും ആസ്വദിച്ച് തന്നെ ആ ഭക്ഷണം കഴിച്ചു. കൂട്ടുകറിയായാലും പായസമായാലും വീണ്ടും വീണ്ടും എടുത്ത് കഴിക്കാൻ പറ്റി. കൂടാതെ മകനെ കണ്ടപ്പോൾ അവിടെ ഉള്ളൊരു ചേച്ചി കൃഷ്ണനെ അന്നത്തെ നേദിച്ച പായസവും കൂടി, പാൽപ്പായസവും കൂടി നമുക്ക് കൊണ്ടു തന്നു കേട്ടോ. അത് വളരെ സന്തോഷം തോന്നിയ മറ്റൊരു കാര്യമാണ്.
ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാനും മോനും അവൻ്റെ അച്ഛനും കൂടി നേരെ അമ്പലത്തിൽ വന്ന് നമ്മുടെ കൃഷ്ണനെ കാണാൻ വന്നതാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് ഞാൻ വീഡിയോയിൽ പകർത്തിയാണ്, കൃത്യമായി അറിയില്ല. എന്നാലും അന്ന് വന്നപ്പോൾ അവിടെ പണി നടക്കുകയായിരുന്നുണ്ടായിരുന്നത്. വൈകുന്നേരം വന്ന സമയത്ത് മകൻ നല്ല സന്തോഷത്തിലായിരുന്നു. ഈ ചുറ്റുവട്ടമൊക്കെ അവൻ ഓടിക്കളിച്ച് തിമിർത്തിരുന്നു. അപ്പോൾ ഇന്ന് വന്ന് അമ്പലത്തിൻ്റെ നട അടച്ചു. ഉച്ചപൂജ 12 മണിക്ക് തീരുമെന്ന് പറഞ്ഞു. 12 മണി തൊട്ട് 1 മണി വരെയാണ് അവിടെ ഭക്ഷണം കൊടുക്കുന്നത്. അതെല്ലാവരും അറിഞ്ഞിരിക്കണം. പിന്നീട് എല്ലാം ക്ലോസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഭാഗ്യവശാൽ നമുക്കന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയത് കണ്ണൻ്റെ ഒരു അനുഗ്രഹമായി കാണുന്നു. ഇത് മഞ്ചാടിയാണ് കേട്ടോ. ഇവിടെ ഒരു വലിയ കിണ്ണത്തിൽ മഞ്ചാടി ഉണ്ട്. പണ്ട് എന്നോട് ആരോ പറഞ്ഞു തന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. മഞ്ചാടി നമ്മൾ മുഖത്തൊരു 3 പ്രാവശ്യം വാരി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ പോവും. അത് എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല, പക്ഷെ ഞാനങ്ങനെ ചെയ്തു. അതുപോലെ ഏട്ടനും ചെയ്തു. മോനാണെങ്കിൽ മഞ്ചാടി കിട്ടിയ സന്തോഷത്തിൽ അത് വാരി വാരി കളിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുടെ വിധങ്ങ് മാറി. അവൻ അതൊക്കെ എടുത്ത് വലിച്ചെറിയാൻ തുടങ്ങി. ഞാൻ ഈ സമയം കൊണ്ട് അമ്പലത്തിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് ക്യാമറയിലേക്ക് പകർത്തി കേട്ടോ. ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ശൂന്യത ഉണ്ടായിരുന്നു. പക്ഷേ ആ ശൂന്യതയിൽ പോലും വളരെ വളരെ ആത്മീയമായ ഒരു സംതൃപ്തി നമുക്ക് അവിടെ നിന്ന് കിട്ടിയെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ അതിൻ്റെ ചുറ്റുപാടും ഒക്കെ അമ്പലത്തിൻ്റെ കുളം, മീൻകുളം, അവിടെ ഒരുപാട് മീനൊക്കെ ഉണ്ടെന്ന് ഒരു ചേട്ടൻ അവിടെ നിന്ന് പറഞ്ഞു തന്നു. മോന് മീനിനെയൊക്കെ കാണിച്ചു കൊടുക്കുക അമ്പലക്കുളത്തിൽ നിന്നാണ് പറഞ്ഞത്. നമ്മൾ പിന്നെ മെല്ലെ അങ്ങോട്ടേക്കൊക്കെ പോയി അതൊക്കെ കണ്ടു. മോൻ അവിടെ നിന്നൊക്കെ ഓടിക്കളിച്ചു. പിന്നെ മെല്ലെ ഗോശാലയുടെ അരികിലൂടെ നമ്മളിങ്ങ് വാഹനത്തിലേക്ക് വന്ന് തിരിച്ചു വരികയാണ് ഉണ്ടായത്. ഇതാണ് കേട്ടോ മീൻകുളം. അമ്പലത്തിൻ്റെ പേരിൻ്റെ പ്രശസ്തി നേടിക്കൊടുത്ത കുളമാണെന്നാണ് തോന്നുന്നത്. നമ്മൾ മുന്നേ വന്ന സമയത്ത് ഇത്രയൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല. ഇപ്പം മഴ കൊണ്ട് വെള്ളം കയറിയതാണ്. ആദ്യം വന്ന സമയത്ത് നമ്മൾ താഴെയൊക്കെ ഇറങ്ങിയിരുന്നു. ഇവിടെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് അമ്പലക്കുളത്തിൽ എങ്ങനെയൊക്കെ കയറാൻ പാടില്ല എന്നുള്ളത്. അതുപോലെ നമ്മൾ അവിടെ നിന്ന് വെള്ളം കയറിയത് കൊണ്ട് തന്നെ അധികം അടുത്തോട്ട് പോയില്ല. പിന്നെ മോനാണെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും ഓടിയും ചാടിയും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ചെറിയ പേടി എനിക്കുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ അവൻ പോകുന്ന വഴിയൊക്കെ ഞാനിങ്ങനെ ഒന്ന് വീഡിയോസൊക്കെ എടുത്തു. അവൻ അവിടെ ഇവിടെയൊക്കെ ഓടിക്കളിച്ചു. പക്ഷെ വളരെ സന്തോഷം തന്നെയാണ്. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരമ്പലനടയിൽ രാജീവലോചനൻ എൻ്റെ കണ്ണൻ പൂനിലാവിന്റെ കണ്ണൻ മണിമുരളികളുതി എന്റെ മുന്നിൽ വന്നു നീ കണ്ടു ഞാൻ കണ്ണനെ കായാം